ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി. അധ്യായം 3. അവന് സന്താനം ഉണ്ടാകരുത്. ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ ദശരഥനെയും അദ്ദേഹത്തിൻ്റെ യശസ്സിനെയും പറ്റി കേട്ടു. അസൂയാലുവായ രാവണൻ എങ്ങനെയെങ്കിലും ദശരഥനെ നശിപ്പിക്കണം എന്ന ചിന്തയിലായി. ദശരഥനുമായി ഒരു ഏറ്റുമുട്ടലിന് വഴിയെന്ത് എന്നയാൾ ആരാഞ്ഞു. അദ്ദേഹം ദശരഥന്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിട്ട് തനിക്ക് കപ്പം തരണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ തന്നെ പടക്കളത്തിൽ നേരിടേണ്ടി വരുമെന്നും ദശരഥനെ അറിയിച്ചു. ഇത്തരം പെരുമാറ്റം മര്യാദയുടെ ലംഘനമാണ്. എന്തും മര്യാദയാണ് രാക്ഷസന്മാർ വകവയ്ക്കുക. ദൂതൻ സംസാരിച്ചത് കേട്ടപ്പോൾ ദശരഥൻ പരിഹാസ്യമായി പൊട്ടിച്ചിരിച്ചു. ദൂതന്മാർ നോക്കിക്കൊണ്ട് നിൽക്കെ അദ്ദേഹം അതിനിശ്ചിതമായ മാരകാസ്ത്രങ്ങൾ അയോധ്യയിൽ നിന്നും അയച്ച് ലങ്കയിലെ നഗര കവാടങ്ങൾ ബന്ധിച്ചു. ദൂതസംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദശരഥൻ പറഞ്ഞു, നല്ലത് മാര്യരെ, ഇപ്പോൾ നിങ്ങളുടെ നഗരവാതിലുകൾ നിങ്ങളുടെ യജമാനന് തുറക്കാനാവുകയില്ല. എങ്ങനെ ശ്രമിച്ചാലും അത് സാധ്യമാവുകയില്ല. നിങ്ങളുടെ അധിക പ്രസംഗിയായ സ്വാമിക്ക് ഞാൻ കൊടുക്കുന്ന കപ്പം അതാണ്. സന്ദേശവാഹന്മാർ ഭയന്നു മടങ്ങി. അവർ വസ്തുതകൾ രാവണനെ അറിയിച്ചു. പരിശോധനയിൽ ലങ്കാനഗരിയിലെ എല്ലാ പ്രവേശന ദ്വാരങ്ങളും ബന്ധിക്കപ്പെട്ട നിലയിൽ കണ്ട രാവണൻ ഞെട്ടിപ്പോയി. പടയാളികളെയും യന്ത്രങ്ങളെയും എത്രമേൽ പ്രയോജനപ്പെടുത്തി നോക്കിയിട്ടും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാവണൻ നാണം കെട്ട നിലയിലായി. അപ്പോൾ അസ്ത്രങ്ങളെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചെത്തി. പടികളെല്ലാം മലക്കെ തുറക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ രാജാക്കന്മാരുടെ എല്ലാം അതീശത്വം നേടാൻ രാവണൻ തീരുമാനിച്ചു. ഇത് ഈശ്വര കാരുണ്യം കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനാൽ ഒരു ശുഭപ്രദേശം തിരഞ്ഞെടുത്ത് തപസ് ആരംഭിച്ചു. അത്യുഗ്രമായിരുന്നു രാവണന്റെ തപസ്. ബ്രഹ്മാവ് സന്തുഷ്ടനായി. അതുകൊണ്ട് രാവണന് നാൻമുഖൻ പ്രത്യക്ഷനായി. ഇഷ്ടവരം ദാനം ചെയ്യാൻ നിർബന്ധിതനായി. ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ആവശ്യപ്പെട്ടാലും. ദശരഥനിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന അവമതി രാവണന്റെ മനസ്സ് തിളച്ചു മറിയുകയായിരുന്നു. ദശരഥന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പരാക്രമികളായ പുത്രന്മാരുണ്ടായേക്കുമെന്നും അവരിൽ നിന്നും താൻ കൂടുതൽ അവമതി അനുഭവിക്കേണ്ടി വന്നേക്കും എന്നും അവൻ്റെ മനസ്സ് വാദിച്ചു. അതുകൊണ്ട് രാവണൻ ആവശ്യപ്പെട്ടു, പ്രഭു, ഞാൻ ആവശ്യപ്പെടുന്ന വരം ദാനം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചാലും ദശരഥന് സന്താനങ്ങൾ പിറക്കാതിരിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവരുളി, അങ്ങനെ ഭവിക്കട്ടെ. ഇനിയും രാവണൻ എന്തെങ്കിലും ചീത്ത വരങ്ങൾ ആവശ്യപ്പെട്ടാലോ എന്ന് കരുതി പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാവണൻ അഹങ്കാരിയായി, നിർഭയനായി, തൻ്റെ പരാക്രമത്തിലും വിജയത്തിലും അമിതമായി ആഹ്ലാദിച്ചുകൊണ്ട് ഞെളിഞ്ഞു നടന്നു. ഇതിനിടയിൽ മറ്റൊരു പദ്ധതിയെപ്പറ്റി രാവണൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. ദശരഥൻ വിവാഹപ്രായമായ യുവാവാണിപ്പോൾ. അദ്ദേഹം വിവാഹം ചെയ്യാതിരിക്കുന്നതിനായി എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ സുരക്ഷിതത്വം കൂടുതൽ ഭദ്രമാകും. രാക്ഷസൻ തൻ്റെ ബുദ്ധി കൗശലം പ്രയോഗിച്ചു നോക്കിയപ്പോൾ കോസല രാജാവിൻ്റെ മകളെ ദശരഥൻ വിവാഹം ചെയ്യുവാനുള്ള സാധ്യത തെളിഞ്ഞു കണ്ടു. അതുകൊണ്ട് ആ രാജകുമാരിയെ നശിപ്പിക്കാൻ തന്നെ അവൻ തീർച്ചയാക്കി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. അവൻ വേഷപ്രച്ഛന്നനായി കോസല രാജ്യത്തിൽ കടന്നു. രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ഒരു പേടകത്തിലാക്കി കടലിൽ തിരമാലകൾക്കു മേലെ വലിച്ചെറിഞ്ഞു. ഈശ്വര ഇച്ഛയില്ലാതെ ഒന്നും സംഭവിക്കയില്ല എന്ന സത്യം രാവണന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈശ്വര ഇച്ഛ മറ്റൊന്നായിരുന്നു. പേടകത്തിൽ തിരമാലകൾ തട്ടി തീരത്തെത്തിച്ചു. അതെത്തിയത് വിനോദ വിശ്രമങ്ങൾക്കുമായുള്ള ഒരു വിശേഷപ്പെട്ട സ്ഥലത്തായിരുന്നു. പിറ്റേ ദിവസം ദശരഥന്റെ പ്രധാനമന്ത്രി സുമന്ത്രർ അവിടെ വന്നു ചേരാനിടയായി. ശാന്തമായ ആ സ്ഥലത്തിരുന്ന് വിശ്രമം കൊള്ളുകയും രാജ്യത്തിലെ പ്രശ്നങ്ങൾ സ്വയം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. വിശ്രമിക്കവേ ആ പേടകം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹം അതെടുത്തുകൊണ്ടുവന്ന് തുറന്നു നോക്കി. ദിവ്യമായ പരിശോഭ വഹിക്കുന്നതും ആകർഷകമായ നയനകാന്തി ഉള്ളതുമായ മനോഹരിയായ ഒരു പെൺകുട്ടിയെ അതിൽ കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ആ മന്ത്രിസത്തമൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം മൃദുവും മധുരവുമായ ആ പെൺകുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, നീ എങ്ങനെ ഈ പെട്ടിക്കുള്ളിൽ അകപ്പെട്ടു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ കോസല രാജ്യത്തെ രാജകുമാരിയാണ്. പേര് കൗസല്യ. ഞാൻ എങ്ങനെ ഈ പെട്ടിയിൽ പെട്ടുവെന്നും ആരാണ് എന്നെ ഇതിൽ പെടുത്തിയതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ
കൂട്ടുകാരികളോടൊത്ത് കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയുകയില്ല. ആ കൊച്ചുകുട്ടിയുടെ സരളവും ആത്മാർത്ഥവുമായ പ്രസ്താവന സുമന്ത്രയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, അപരിഷ്കൃതമായ ഇത്തരം തന്ത്രങ്ങൾ രാക്ഷസന്മാർക്കേയുള്ളൂ. അത് മനുഷ്യരുടെ ബുദ്ധിയിൽ വരികയില്ല. ഞാൻ നിന്നെ നിന്റെ പിതാവിൻ്റെ സമീപം എത്തിക്കാം. എൻ്റെ കൂടെ വരൂ. താമസിക്കാതെ നമുക്ക് പോകാം. സുമന്ത്ര രാജകുമാരിയെ തേരിൽ കോസലത്തിലേക്ക് കൊണ്ടുപോയി. കോസല രാജാവിനെ കുട്ടിയെ ഏൽപ്പിച്ച് തനിക്ക് അറിവുള്ള സംഗതികളെല്ലാം രാജ്യസഭയിൽ പറഞ്ഞു. രാജാവ് സുമന്ത്രരെ പല രീതിയിലും ചോദ്യം ചെയ്തു പരിശോധിച്ചു. അയോധ്യ ചക്രവർത്തിയായ ദശരഥന്റെ മന്ത്രിയായ സുമന്ത്രനാണെന്നും എന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ സ്വാമിയായ ദശരഥൻ അവിവാഹിതനാണെന്നും അറിഞ്ഞു. ഈ വസ്തുതകളെല്ലാം അദ്ദേഹത്തെ വളരെയേറെ ആനന്ദിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ എനിക്ക് എൻ്റെ മകളെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അവളെ താങ്കളുടെ സ്വാമിക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യം മഹാരാജാവിനെ അറിയിക്കൂ. അദ്ദേഹം സുമന്ത്രരെ യഥോചിതം ആദരിച്ചു. കൊട്ടാരം പുരോഹിതനോടും സമുചിത സമ്മാനങ്ങളോടും കൂടി അയച്ചു. സുമന്ത്രർ സംഭവിച്ച സംഗതികളെല്ലാം ദശരഥനെ അറിയിച്ചു. ദശരഥൻ കോസല രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യാൻ തയ്യാറാണെന്ന് കാണിക്കാൻ വേണ്ടി കോസലത്ത് നിന്നും വന്ന കൊട്ടാരം പുരോഹിതനോടൊപ്പം തൻ്റെ കൊട്ടാരം പുരോഹിതനെയും അയച്ചു. അനേകം ശുഭസ്വഭാവമുള്ള സമ്മാനങ്ങളും കൊടുത്തയച്ചു. വിവാഹത്തിൻ്റെ തീയതിയും മുഹൂർത്തവും കുറിച്ചയച്ചു. പിന്നീട് ദശരഥൻ ചതുരംഗനി സൈന്യത്തോടുകൂടി കോസലത്തിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഗായകന്മാരുടെയും മംഗളഗാനങ്ങൾ ആകാശത്തിലെത്തി ചക്രവാളത്തിൽ നിന്നും പ്രതിധ്വനിച്ചു. അങ്ങനെ കൗസല്യയുടെയും ദശരഥന്റെയും വിവാഹം ആഘോഷപൂർവ്വം കഴിഞ്ഞു. കോസല രാജാവ് സുമന്ത്രരെ തൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഈ പ്രഭാവത്തിൻ്റെ എല്ലാം കാരണഭൂതൻ താങ്കളാണ്. ഈശ്വരേച്ഛയില്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന് ശരി തന്നെ. എന്നിരുന്നാലും എനിക്ക് താങ്കളോടുള്ള കടം ഞാൻ എങ്ങനെ വീട്ടും? എൻ്റെ കൃതജ്ഞത എങ്ങനെ പ്രകാശിപ്പിക്കും? ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു നിർദ്ദേശം വയ്ക്കുന്നു. സദയം അത് സ്വീകരിച്ചാലും. എൻ്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് ഇന്നു തന്നെ താങ്കളുടെ വിവാഹവും നടക്കട്ടെ. താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഇന്നു തന്നെ അത് സമുചിതമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ദശരഥനും സുമന്ത്രരും അതിന് സമ്മതിച്ചു. ഗർഗവംശത്തിൽപ്പെട്ട വീരദാസന്റെ മകളാണ് സുമന്ത്രർ പരിണയിച്ചത്. രാജാവിൻ്റെയും പ്രധാനമന്ത്രിയുടെയും വിവാഹം ഒരേ സ്ഥലത്ത് വച്ച് ഒരു ദിവസം നടക്കുന്നു എന്ന വാർത്ത നഗരത്തിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും പരന്നു. രാജ്യമാകെ ആശ്ചര്യം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു. ആഘോഷങ്ങൾ 3-4 ദിവസം നീണ്ടുനിന്നു. ജനങ്ങൾക്ക് വേണ്ടി സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. നഗരം രാപ്പകൽ ആവേശം ആനന്ദവും കൊണ്ട് നിറഞ്ഞു. 4-ാം ദിവസം ദശരഥൻ രാജ്ഞിയോടും പരിജനങ്ങളോടും സുമന്ത്രരോടും അദ്ദേഹത്തിൻ്റെ പത്നിയോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ അവർ നഗരത്തിൽ പ്രവേശിച്ചു. പ്രജകൾ രാജാവിൻ്റെയും മന്ത്രിയുടെയും വിവാഹത്തിൽ അത്യധികം ആഹ്ലാദിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്ത് ജയാരവം മുഴക്കി. തങ്ങളുടെ രാജ്ഞിയെ കാണാനായി അവർ തെരുവീഥികൾ 2 വരികളായി നിന്നു. രാജദമ്പതികൾ വരുന്ന വഴിയിൽ അവർ പനിനീർ തളിച്ചു. കർപ്പൂര ദീപം കൊളുത്തി അവരെ സ്വാഗതം ചെയ്തു. ദശരഥൻ രാജധർമാചരണം വീണ്ടും സ്വീകരിച്ചു. രാജ്യം സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി ഭരിച്ചു. പലപ്പോഴും അദ്ദേഹം കാട്ടിൽ രാജ്ഞി സമേതനായി വിനോദയാത്രയ്ക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ആഹ്ലാദപൂർണമായി കടന്നുപോയി. പക്ഷേ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇവയിൽ കൂടി കാലം കടന്നുപോയതോടുകൂടി രാജാവിൻ്റെ മുഖം അസ്വസ്ഥതയുടെ നിഴൽ വീണു ഇരുണ്ടു തുടങ്ങി. കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്താനമൊന്നും ഉണ്ടായിട്ടില്ല. ആ കഠിന വേദന അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, മന്ത്രിമാർ ഇവരുമായി രാജാവ് ആലോചന നടത്തി. അവരുടെ അഭിപ്രായം കൗസല്യാദേവിയുടെ അഭ്യർത്ഥനയെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരുടെ എല്ലാം അഭിലാഷം മാനിച്ച് മറ്റൊരു രാജകുമാരിയെ പരിണയിച്ചു. സുമിത്രയായിരുന്നു വധു. അവരുടെ പേരുപോലെ തന്നെയായിരുന്നു പ്രകൃതവും. കൗസല്യയും സുമിത്രയും സ്നേഹത്തിന് പരസ്പരം ബന്ധിക്കപ്പെട്ടു. അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിനേക്കാൾ ശക്തമായിരുന്നു അവരുടെ ബന്ധം. അവർ അന്യോന്യം സന്തോഷിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു. ഓരോരുത്തർക്കും അഗാധമായ സഹനശക്തിയും നിസ്സംഗത്വവും സഹാനുഭൂതിയും ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. രാജാവിന് പിന്തുടർച്ചയ്ക്കായി ഒരു അവകാശിയെ ലഭിക്കുന്ന യാതൊരു ലക്ഷണവും കാണാനുണ്ടായില്ല. നിരാശനായ രാജാവ് 2 രാജ്ഞിമാരുടെയും നിർബന്ധത്തിന് വഴങ്ങി 3ാമതും വിവാഹം ചെയ്തു. കൈകേയി എന്നായിരുന്നു പുതിയ വധുവിൻ്റെ പേര്. കാശ്മീരിലെ കേകയ രാജ്യത്തിലെ രാജാവിൻ്റെ പുത്രി. അവർ അതീവ സുന്ദരിയായിരുന്നു.
കേകേയ രാജാവ് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനായി ചില ഉപാധികൾ വച്ചു. ദശരഥന് കൈകേയിയിൽ ഉണ്ടാകുന്ന പുത്രന് സിംഹാസനാരോഹണം ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അദ്ദേഹം ഇക്കാര്യത്തിൽ നിർബന്ധിച്ചു. അയോധ്യ ചക്രവർത്തി ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ വിവാഹത്തിന് താൻ സമ്മതം നൽകുകയില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. കൊട്ടാരം പുരോഹിതനായ ഗർഗൻ ആയിരുന്നു അയോധ്യയിൽ ഈ സന്ദേശം കൊണ്ടുവന്നത്. അതിസുന്ദരിയായ കേകേയ രാജകുമാരിയെ വിവാഹം ചെയ്യുവാനുള്ള ദശരഥന്റെ ഉത്കടമായ ആഗ്രഹം കൗസല്യയും സുമിത്രയും മനസ്സിലാക്കിയിരുന്നു. യഥാർത്ഥമായ ഭാര്യാധർമ്മം ഭർത്താവിന്റെ ഏറ്റവും ലഘുവായ അഭിലാഷത്തിന് പോലും വഴങ്ങിക്കൊടുക്കുകയും ആ ആഗ്രഹം സഫലീകരിക്കുകയും തങ്ങളാൽ കഴിയുന്നത് ചെയ്യുകയുമാണ് എന്നവർക്ക് തോന്നി. അയോധ്യയിലെ രാജവംശത്തിൽ ഒരിക്കലും അധർമ്മിയായ പുത്രൻ ജനിക്കുകയില്ല എന്നും അതുവഴി ആ വംശം മലിനമാവുകയില്ല എന്നും അവർ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. മൂന്നാം ഭാര്യയുടെ പുത്രന് പിന്തുടർച്ചയ്ക്കുള്ള അവകാശം ദശരഥൻ അനുവദിച്ചാലും ആ വംശത്തിൽ കൈകേയിക്കുണ്ടാകുന്ന പുത്രൻ ധാർമ്മികത്വത്തിന്റെ മൂർത്തീകരണമായിരിക്കുമെന്നും യാതൊരു കളങ്കത്തിനും കാരണമാവുകയില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് കൗസല്യയും സുമിത്രയും കൈകൂപ്പിക്കൊണ്ട് ദശരഥനോട് അപേക്ഷിച്ചു. പ്രഭു, അങ്ങേക്കുണ്ടാകുന്ന സന്തോഷത്തിൽ കവിഞ്ഞ മറ്റൊരു സന്തോഷം ഞങ്ങൾക്ക് വേണ്ട. കേകേയ രാജാവ് മുമ്പോട്ട് വെച്ച ഉപാധി സ്വീകരിക്കൂ. അദ്ദേഹത്തിന്റെ പുത്രിയെ പരിണയിച്ച് രഘുവിന്റെ വംശം അവിഛിന്നമായി തുടർന്നു പോകാൻ ശ്രമിക്കൂ. ഇതിനെപ്പറ്റി ആലോചിച്ച് ഒരു നിമിഷം പോലും കളയേണ്ടതില്ല. രാജ്ഞിമാരുടെ വാക്കുകൾ രാജാവിൻ്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിച്ചു. രാജാവ് കേകേയ രാജാവിൻ്റെ വ്യവസ്ഥകൾ സ്വീകരിക്കുന്നുവെന്നും വിവാഹാഘോഷത്തിന് താൻ വേഗം തന്നെ പുറപ്പെടുകയാണെന്നും അറിയിക്കാൻ ഗർഗനെ വളരെയേറെ സമ്മാനങ്ങളോടുകൂടി തിരിച്ചയച്ചു. അങ്ങനെ വിവാഹം വളരെ ആഘോഷത്തോടുകൂടി കഴിഞ്ഞു. നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ട് 3 രാജ്ഞിമാരിൽ അനേകതയായി തെരുവീതിയിൽ കൂടി ഘോഷയാത്രയായി ദശരഥൻ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി. രാജാവ് രാജ്ഞിമാരിൽ ഓരോരുത്തരോടും തുല്യ പരിഗണനയോടുകൂടി പെരുമാറി. അവരും മറ്റു രാജ്ഞിമാരോടും രാജാവിനോടും തുല്യ സ്നേഹത്തോടും ആദരവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ ആരാധിച്ചു. അദ്ദേഹത്തെ അസന്തുഷ്ടനാക്കാൻ അവർക്ക് ഭയമായിരുന്നു. രാജാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങളിൽ ഒന്നുപോലും തടയാൻ അവർ ഒരിക്കലും ഒരുമ്പിട്ടില്ല. ഉത്തമ വധുക്കളുടെ പാരമ്പര്യമനുസരിച്ച് അവർ അദ്ദേഹത്തെ തങ്ങളുടെ ഈശ്വരനായി ആരാധിച്ചു. 3 ശരീരങ്ങളാണെങ്കിലും അവർക്കും ഒരേ ഒരു ആത്മാവാണുള്ളത് എന്ന തോന്നത്തക്ക വിധം അവർ പരസ്പര സ്നേഹത്തോടുകൂടി കഴിഞ്ഞു വന്നു. വർഷങ്ങൾ കടന്നുപോയി. രാജാവ് രാജ്ഞിമാരും യൗവനത്തിൻ്റെയും മധ്യവയസ്സിൻ്റെയും പരിധി അതിക്രമിച്ച് വാർദ്ധക്യത്തെ സമീപിച്ചു. എന്നിട്ടും ഒരു സന്താനം പിറക്കുന്ന യാതൊരു ലക്ഷണവും കണ്ടില്ല. രാജധാനിയിൽ അന്തഃപുരം സുഖവാസത്തിനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഉള്ളതായിരുന്നുവെങ്കിലും രാജ്ഞിമാരുടെ ഹൃദയം അസ്വസ്ഥത, ഉത്കണ്ഠ, നിരാശ എന്നിവയാൽ തപിച്ചിരുന്നു. ഒരു സായാഹ്നം രാജാവും 3 രാജ്ഞിമാരും രാജധാനിയിൽ അയോധ്യയുടെ ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠാകുലരായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയോധ്യയുടെ ഭദ്രതയും ക്ഷേമവും ആയിരുന്നു ചർച്ചാ വിഷയം. ഓരോരുത്തരും ബുദ്ധിപൂർവമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഒടുവിൽ പ്രശ്നത്തിന് ഒരു പരിഹാരവും കാണാനാവാതെ അവർ അസ്വസ്ഥരായി എഴുന്നേറ്റു. ഒടുവിൽ കുലഗുരുവായ വസിഷ്ഠനുമായി ആലോചിച്ച് ഉപദേശം സ്വീകരിക്കുവാൻ തീരുമാനമെടുത്തു. പ്രഭാതത്തിൽ വസിഷ്ഠന്റെ സാന്നിധ്യം ആദരപൂർവ്വം ക്ഷണിക്കപ്പെട്ടു. അനേകം പണ്ഡിതന്മാരുടെയും സഭാംഗങ്ങളുടെയും ആലോചനയ്ക്കായി ക്ഷണിച്ചിരുന്നു. ഇരു സമുദ്രങ്ങൾക്കുമിടയിൽ രഘുവംശത്തിന്റെ അധീനതയിലുള്ള വിസ്തൃതമായ സാമ്രാജ്യത്തിന് ഒരു പിന്തുടർച്ചാവകാശിയെ കണ്ടുപിടിക്കുക എന്ന പ്രശ്നം രാജാവ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നിരാശരായ ദശരഥൻ പ്രയോജനപ്രദമായ അഭിപ്രായങ്ങൾ പറയണമെന്ന് ഗുരുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വസിഷ്ഠൻ ഏറെ നേരം ആലോചന നിമഗ്നനായി. ഒടുവിൽ കണ്ണു തുറന്ന് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, അങ്ങ് ഇവിടെ ദുഃഖിക്കേണ്ടതില്ല. അയോധ്യ അനാഥമായി പോവുകയില്ല. അവൾ വൈധവ്യം അനുഭവിക്കുകയില്ല. ഉത്സവങ്ങൾ, നിത്യഹരിതമായ തോരണാദ്യ അലങ്കാരങ്ങൾ എന്നിവയോടുകൂടി രാജ്യം ഉല്ലാസപൂർവ്വം സുഖസമൃദ്ധവും ക്ഷേമപൂർണവും ആയിരിക്കും. ധർമ്മസുന്ദരമായ ജീവിതത്തിൻ്റെയും എങ്ങും മാറ്റലിക്കൊള്ളുന്ന സംഗീതത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സംരക്ഷണയിലായിരിക്കും അയോധ്യ. അയോധ്യയിലെ സിംഹാസനാരോഹണത്തിനായി മറ്റൊരു വംശത്തിൽ നിന്നും ഒരു രാജകുമാരനെ ദത്തെടുക്കുക എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഈശ്വരകാരുണ്യം ദുർഗ്രാഹ്യമായ ഒരു ദാനമാണ്. അങ്ങ് പൂർത്തിയാക്കുന്ന ധർമ്മനിഷ്ഠാവൃതം സന്താനലബ്ധിയുടെ അത്യാനന്ദം അങ്ങേക്ക് പ്രദാനം ചെയ്യും. ഇനി ഒട്ടും താമസിക്കാതെ വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൽ പുത്രകാമേഷ്ടി എന്ന പുണ്യയാഗം ചെയ്യുക. ആ യാഗത്തിന് ആവശ്യമായ ശാസ്ത്രോക്തമായ ഒരുക്കങ്ങൾ ഉടനെ ആരംഭിക്കൂ.
അങ്ങയുടെ അഭീഷ്ടം തീർച്ചയായും സഫലമാകും. വസിഷ്ഠന്റെ വളരെ ശക്തമായ പൂർണ്ണ വിശ്വാസം ജനിപ്പിക്കുന്ന വാക്കുകൾ രാജ്ഞിമാർ കേട്ടു. അവർ ആനന്ദമഗ്നരായി. അവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ മുകുളം പുതുതായി വികസിച്ചു. വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അന്തഃപുരത്തിലേക്ക് പോയി. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യത്തിനായി വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗനെ പോയി ക്ഷണിക്കുവാൻ സർവ്വതാ യോഗ്യനായ ഒരാൾക്ക് വേണ്ടി രാജാവ് സദസ്സിലാകെ പരതി. ഒടുവിൽ അംഗരാജാവും തൻ്റെ പഴയ സുഹൃത്തുമായ രോമപാദനെ വിളിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും സജ്ജീകരണങ്ങളും നൽകി അദ്ദേഹത്തെ വിഭണ്ഡക മുനിയുടെ അടുത്തേക്ക് അയച്ചു. ഇതിനിടയിൽ സരയൂ നദീതടത്തിൽ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തിടുക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആകർഷകമായ യജ്ഞവേദികൾ ശാസ്ത്രസമ്മതമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടു. നഗരമാകെ കൊടികളാലും തോരണങ്ങളാലും അലങ്കൃതമായി. പ്രതീക്ഷിച്ചതുപോലെ ഋഷ്യശൃംഗമുനി പത്നിയായ ശാന്തയോടൊപ്പം സർവരുടെയും സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ട് അയോധ്യ നഗരത്തിൽ പ്രവേശിച്ചു. രാജധാനിയുടെ പ്രധാന കവാടത്തിൽ വെച്ച് ദശരഥ ചക്രവർത്തി മുനിയെ സ്വാഗതം ചെയ്തു. ആ തപോധന പ്രധാന്റെ പാദങ്ങൾ ദശരഥൻ ഉപചാരപൂർവ്വം കഴുകി. പാദസ്പർശത്താൽ പരിശുദ്ധമാക്കപ്പെട്ട ജലത്തിന്റെ കുറേ തുള്ളികൾ അദ്ദേഹം സ്വശിരസിൽ അർപ്പിച്ചു. അനന്തരം വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. നിർദ്ദിഷ്ട യാഗത്തിന് ശരിയായ കർമ്മക്രമങ്ങളെപ്പറ്റി ഋഷ്യശൃംഗനോട് ആരായാൻ അപേക്ഷിച്ചു. മന്ത്രിമാരും പണ്ഡിതന്മാരും നിശ്ചിത ക്രമത്തിൽ ആസനസ്ഥരാകാൻ ഋഷ്യശൃംഗൻ ആവശ്യപ്പെട്ടു. രാജാവിനോട് സിംഹാസനത്തിലിരിക്കുവാൻ നിർദ്ദേശിച്ചു. അനന്തരം യാഗത്തിൻ്റെ വിവിധ ക്രമങ്ങൾ കൊട്ടാരം പുരോഹിതർക്ക് മനസ്സിലാക്കത്തക്ക വിധം അദ്ദേഹം വിവരിച്ചു. വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ഓരോരുത്തരും യാഗശാലയിൽ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ 7 മണിയോടെ തന്നെ യാഗം ആരംഭിക്കുവാൻ മുനി തീരുമാനിച്ചു. നഗരത്തിലുടനീളം യാഗവാർത്ത പരന്നു. പ്രഭാതത്തിനു മുൻപ് ഓരോ തിരുവീതിയും പച്ചത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. സരയൂ നദീതീരത്തിലുള്ള വിസ്തൃതമായ യാഗസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തള്ളുന്ന ജനങ്ങളാൽ വീതികൾ നിറഞ്ഞു. ഔത്സുക്യപൂർണമായ ജനങ്ങളെ കൊണ്ട് നദീതടം നിബിഡമായി. വേദോച്ചാരണം മുഴങ്ങവേ കാഹള ശബ്ദം, ജനങ്ങളിൽ നിന്നുയർന്ന ജയ ജയാരവം ഇവ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കവേ രാജാവിനോടും രാജ്ഞിമാരോടും കൂടി ഋഷ്യശൃംഗൻ പത്നിയായ ശാന്തയുമായി യാഗമണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. ഋഷ്യശൃംഗൻ ബ്രഹ്മാവായി യാഗത്തിലെ പ്രധാന സംഘാടകനായി അവരോധിക്കപ്പെട്ടു. അദ്ദേഹം ആരാധന, കീർത്തനം, മന്ത്രോച്ചാരണം തുടങ്ങിയ വിവിധ കർമ്മങ്ങൾ പണ്ഡിതന്മാരുടെ യോഗ്യതകൾക്കനുസരിച്ച് വീതിച്ചു കൊടുത്തു. പരിശുദ്ധ അഗ്നിയിൽ മന്ത്രോച്ചാരണത്തോടുകൂടി ഹോമദ്രവ്യം അർപ്പിച്ചത് അഗാധ ഭക്തിയോടും അചഞ്ചല വിശ്വാസത്തോടും കൃത്യബോധത്തോടും കൂടി ഋഷ്യശൃംഗൻ തന്നെയായിരുന്നു. വൈദിക സമ്പ്രദായത്തിൽ ഹോമിക്കപ്പെട്ട ദ്രവ്യങ്ങൾ വഴി ഉജ്ജ്വലിച്ച അഗ്നിയിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ മിന്നൽ കൊടി പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാന്തിയോടുകൂടി ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്രമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പുരോഹിതന്മാരടക്കം അവിടെ കൂടിയ ആളുകൾ വിസ്മയവും ആദരം, ഭയം, ആനന്ദം എന്നിവ കൊണ്ട് സ്തംഭിച്ചു പോയി. ആനന്ദത്തിൻ്റെയും അസാധാരണത്വത്തിൻ്റെയും പെട്ടെന്നുണ്ടായ ഭാവത്തിൽ അവർ ആകുലരായി. രാജാവും രാജ്ഞിമാരും ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അവർ ആ ദിവ്യ പുരുഷനെ നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു. അഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമചിത്തതയോടുകൂടി ഋഷ്യശൃംഗൻ മന്ത്രങ്ങൾ ഉച്ചരിച്ച് കർമ്മം തുടർന്നു. പെട്ടെന്ന് പ്രളയനാളി പോലെ ആകാശത്തു നിന്നും ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ഋഷ്യശൃംഗൻ നിവർന്നു മേലെ നിന്നും വരുന്ന സന്ദേശം ശ്രദ്ധിക്കുവാൻ തയ്യാറായി. മഹാരാജാവേ, ഈ പാത്രം സ്വീകരിക്കൂ. ഇതിലുള്ള പവിത്രമായ പായസം യഥോചിതം രാജ്ഞിമാർക്ക് കൊടുക്കൂ. ശബ്ദം അറിയിച്ചു. അഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ആ അസാധാരണ പുരുഷൻ പാത്രം രാജകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അഗ്നിയിൽ തന്നെ അപ്രത്യക്ഷനായി. ഈ ഗംഭീര പ്രകടനം നോക്കിക്കണ്ട ജനങ്ങൾ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ എന്നിവരുടെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ യാഗത്തിലെ സമാപന ചടങ്ങുകൾ നിർവഹിക്കപ്പെട്ടു. ദേവദത്തമായ ദിവ്യഭോജനം കയ്യിലെടുത്തുകൊണ്ട് രാജാവ് ഘോഷയാത്രയായി രാജധാനിയിലേക്ക് മടങ്ങി. സായിറാം.